കുറച്ചുകൂടി വലുതായപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. എല്ലാ അത്തച്ചമയ ആഘോഷങ്ങളും അതിന്റെ സാംസ്കാരിക ഘോഷയാത്രയും മുടങ്ങി അവസാനിക്കുന്നത് വരെ വേദിയിലും സദസ്സിലുള്ള സംഘാടകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ വേദി ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകൾ എന്റെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരു അവസരം കൂടിയാണ്. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെ പോലെ വന്ന് അത്തച്ചമയം നിരീക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നെറ്റൂരിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ അത്തച്ചമയം കാണാൻ നടന്നു വന്നിട്ടുണ്ട്, ബസ്സിൽ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലുതായപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. എല്ലാ അത്തച്ചമയ ആഘോഷങ്ങളും അതിന്റെ സാംസ്കാരിക ഘോഷയാത്രയും മുടങ്ങി അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ രസകരമായ മനോഹരമായ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയ്ക്കും അത്തച്ചമയത്തിനും ഒരു രാജകീയമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് അത്തച്ചമയം ഘോഷയാത്രയെ അന്വേഷിച്ച് നമ്മൾ പോയാൽ കാണാൻ കഴിയും. കൊച്ചി രാജാവ് ആടയാഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് ജനങ്ങളെ കാണാനിറങ്ങുന്ന, സമയത്തോടുകൂടി ഇറങ്ങുന്ന ഒന്നായിരുന്നു ആ ഘോഷയാത്ര. അതിന് പല ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, തൃക്കാക്കര ക്ഷേത്രത്തിലെ അവിടുത്തെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ തർക്കം വന്നപ്പോൾ പണ്ട് തർക്കം തീർക്കുന്നത് യുദ്ധം ചെയ്താണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻപറമ്പിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂറിനെ പരാജയപ്പെടുത്തി കൊച്ചി വിജയിച്ചപ്പോൾ ആ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം നടത്താനുള്ള അവകാശം അത് കൊച്ചി രാജ്യത്തിൽ കിട്ടിയതിന്റെ സന്തോഷമായി തുടങ്ങിയതാണ് അത്തച്ചമയം എന്നൊരു വർഷമുണ്ട്. മറ്റൊന്ന്, കൊച്ചി രാജാവ് കാൽനടയായി അത്തനാളിൽ തൃക്കാക്കരപ്പനെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. പിന്നീട് ചില തർക്കങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വന്നതോടുകൂടി അത് നടക്കാതെ പോയപ്പോൾ അതിന് പകരമായി ചമയ ആഘോഷങ്ങളോടുകൂടി വന്ന് തൃക്കാക്കരപ്പനെ തൃപ്പൂണിത്തുറയിൽ വെച്ച് രാജാവ് വന്നിക്കുന്നതാണ് അത്താഘോഷങ്ങൾ എന്നുള്ള ചരിത്ര വ്യാഖ്യാനവും വന്നു. എന്തായാലും വർഷങ്ങളായി ഇടയ്ക്കൊന്ന് മുടങ്ങിയെങ്കിലും പിന്നീട് 60-61 വീണ്ടും ഇത് ആരംഭിച്ചു വളരെ ഭംഗിയായി കൊണ്ടുപോവുകയാണ് അത്തച്ചമയ ആഘോഷങ്ങൾ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ തുടക്കകാലം മുതൽ ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ആ ഒരുമ വിളിച്ചോന്നുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെറ്റൂരിലെ തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിനിധി, അതുപോലെ നമ്മുടെ കരിങ്ങാച്ചിറ കത്തന അതിന്റെ പ്രതിനിധി ഇവിടെയുണ്ട്. ചെമ്പിലണയൻ കൊച്ചി രാജ്യത്തിന്റെ നാവികസേനാ തലവനായിരുന്നു. ചെമ്പിലണയൻ ധീവര സഭയെല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ചെമ്പിലണയൻ, അവരെല്ലാം ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പയ്യന്തുർഗ നഗരമാക്കി വിട്ടിട്ടുണ്ടാണ്. തൃപ്പൂണിത്തുറയ്ക്ക് ആ പയ്യന്തുർഗമുണ്ട്, രാജകീയ പൈതൃകമുണ്ട്, കലയുടെ പൈതൃകമുണ്ട്, അനുഷ്ഠാന കലകളുടെ പൈതൃകമുണ്ട്. ഇവിടെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം. സത്യത്തിൽ നിരവധി കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നിരവധി കൊട്ടാരങ്ങൾ, എനിക്ക് തോന്നുന്നു 50-ലേറെ കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തൊരു രാജ്യത്തും ഇത്തരം കൊട്ടാരങ്ങൾ തലങ്ങളില്ല. നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയാൽ 10-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ചരിത്ര സ്മാരകങ്ങളെ അവർ സംരക്ഷിക്കും, അവരവരെ തകർന്നുകളയില്ല. ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിരവധി കൊട്ടാരങ്ങളും പഴയ ചരിത്ര സ്മാരകങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ വിനിയോഗപൂർവമായ അഭിപ്രായം അതെല്ലാം സംരക്ഷിക്കപ്പെടണം. അതൊരു പൈതൃക നഗരമായാൽ അതെല്ലാം സംരക്ഷിക്കപ്പെടും. അതുപോലെ ഇവിടെ വനിതാ കഥകളി സംഘം 50 വർഷം പൂർത്തിയാക്കുക.
അനുഷ്ഠാന കലകളുടെ കഥകളിയൊക്കെയാണ്. ഞാൻ ആദ്യമായി കഥകളി കാണുന്നത് പൂർണ്ണത്രയീശ്വരന്റെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും കഥകളി ഉണ്ടാവും. അങ്ങനെയാണ് കഥകളിയിലെ കഥ അറിയാം, കഥകളി അറിയില്ല. പക്ഷെ കഥയെ അറിഞ്ഞുകൊണ്ട് കഥകളിയാണ് ഇവിടെയാണ് വന്നിരുന്നത്. ഇതിന്റെ എല്ലാം കേന്ദ്രം തൃപ്പൂണിത്തുറയായി. തൃപ്പൂണിത്തുറയെ ആ പഴകിയ രാജകീയ പ്രൗഢിയിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക്, അതിന് നിലനിർത്തി ഇതാണിപ്പോ ലോകം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്നത്. ഞാൻ MLA ആയി 2001 ചെല്ലുമ്പോ പറവൂരിന്റെ ഒരു ബന്ധം കൂടിയുണ്ട് തൃപ്പൂണിത്തുറയിൽ. എന്താ കാര്യം? കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ നാട് പറവൂരിലെ ചേന്നമംഗലത്താണ്, അല്ലേ? അതാണ് കൊച്ചിയും പറവൂരും തമ്മിലുള്ള ബന്ധം. പിന്നെ കൊച്ചി തിരുവിതാംകൂറിന്റെ അതിർത്തിയാണ്. പറവൂര് ചെന്നാൽ നിങ്ങൾക്ക് കൊതിക്കല്ലാണ്. കൊതിക്കല്ല് എന്താ? കൊതിക്കല്ല് മറ്റേ കൊതിയല്ല, നമ്മുടെ കൊതിയല്ല. കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയുടെ കല്ലാണ് കൊതിക്കല്ല് എന്ന് പറയുന്നത്. പറവൂരിൽ പല സ്ഥലത്തുണ്ട്. കൊച്ചിയും തിരുവിതാംകൂറും. പണ്ട് കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് നാട് കടത്തിയിരുന്നത് ചേന്നമംഗലത്തെ തോടിന്റെ അപ്പുറത്തേക്ക് കടത്തിവിടലാണ്. മനസ്സിലായി? ചെറിയ തോട് കടത്തിവിട്ട നാട് കടത്തലായി അന്ന്. ഞാൻ ചെല്ലുമ്പോൾ പാലിയത്തച്ഛന് ഡച്ചുകാർ പറഞ്ഞു കൊടുത്ത ഡച്ച് മാതൃകയിലുള്ള ഒരു മനോഹരമായ പാലസ് ഉണ്ട്. അത് ഇടിഞ്ഞു കഴിഞ്ഞപ്പോ വീണായി കിടക്കുകയാണ്. നിങ്ങൾ ഒപ്പം ഒന്ന് പോയി കാണണം. അത് ഞങ്ങൾ സംരക്ഷിച്ചു. പാലിയത്തച്ഛന്റെ ഡച്ച് പാലസ് സർക്കാരിനെ കൊണ്ട് സംരക്ഷിച്ചു. മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായി ആ രാജകീയ കൊട്ടാരം, ഡച്ച് കൊട്ടാരം, ഡച്ചുകാര് ഏത് നൂറ്റാണ്ടിലാണ് ഇവിടെ വന്നത്? ആ നൂറ്റാണ്ടിൽ അവർ ഉണ്ടാക്കിയ ഡച്ച് കൊട്ടാരം ഇന്ന് മ്യൂസിയമാണ്. പാലിയത്തച്ഛന്റെ നാലുകെട്ട് തകർന്നു പോവുമായിരുന്നു. പക്ഷെ പാലിയത്തച്ഛന്റെ നാലുകെട്ടും ഊട്ടുപുരയും എല്ലാം ഇപ്പോൾ പൈതൃക സ്മാരകങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പൈതൃക സ്മാരകങ്ങളെയും തകർക്കാതെ ഈ പൈതൃക പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട MP-യോടും MLA-യോടും മുനിസിപ്പൽ ഭരണസമിതിയോടും എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കൂട്ടായി നിന്ന് നിങ്ങൾ അതിനെ ഏറ്റവും നല്ല ഒരു എക്സ്പേർട്ടിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നു നിങ്ങൾ അത് പഠിച്ച് തയ്യാറാക്കി നിങ്ങൾ എല്ലാവരും ചേർന്ന് രാഷ്ട്രീയം നടത്തണം. ആവശ്യമില്ലാത്ത രാഷ്ട്രീയം മത്സരിക്കുന്നു. എല്ലാവരും കൂടി ചേർന്ന് മന്ത്രിയുണ്ട് ചെറുതേക്ക് പോകുന്നു ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കിയ തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമാക്കി ഇതിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങട്ടെ. ഈ അത്തച്ചമയ ആഘോഷങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഹൃദയത്തിലേറ്റണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര അതോടനുബന്ധിച്ചുള്ള ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തും.